നമുക്ക് ഇന്നൊവേഷൻ ഫൗണ്ടേഷനോട് ബന്ധപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് SMSCയുടെ ഒരു സെൻറ്റർ അവിടെ തുടങ്ങുന്നതിന് പോലും സാധ്യത ഉണ്ട്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അതിനുള്ളതായ തരത്തിലുള്ളതായ ഒരു സാധാരണ യൂണിവേഴ്സിറ്റികളിൽ നിന്നും വളരെയധികം ഒരു കുതിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നൊവേഷൻ ഫൗണ്ടേഷനും ബിസിനസ് ഇൻക്യുബേഷൻ സെല്ല് ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ ഇവിടെ വളരെ നന്നായിട്ട്. അപ്പം അതുകൊണ്ട് ഇതൊരു തുടക്കം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ തുടക്കം ഇട്ടതാണ്. അത് കൂടുതൽ ശക്തമായ രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. വെൽക്കം ടു സ്മെക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. 1994 സ്റ്റാർട്ട് ചെയ്തൊരു വെഞ്ചറാണ്. 2001 ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറിയത്. മറൈൻ ബേസ്ഡ് പ്രോജക്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഷിപ്പിനകത്ത് വരുന്ന ഇലക്ട്രിക്കൽ ഓട്ടോമേഷൻ റിലേറ്റഡ് വർക്കുകളാണ് മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നമ്മുടെ വർക്ക് നടക്കുന്നുണ്ട്. മംഗലാപുരം പോർട്ട്, ചെന്നൈ പോർട്ട്, അന്തേരി, താനെ, കാർവാർ, ഇന്ത്യക്കകത്ത് ഇത്രയും സ്ഥലങ്ങളിൽ നമ്മുടെ പ്രോജക്ട്സ് ഓൺഗോയിങ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്ത് സിംഗപ്പൂർ, മലേഷ്യ ആൻഡ് UAE ആണ് നമ്മുടെ മെയിൻ വർക്ക് ഏരിയാസ് വരുന്നത്. 2007 ഒരൊറ്റ ട്രെയിനിങ് ഡിവിഷനായിട്ട്, അതായത് ജോബ് ഓറിയൻറ്റഡ് സ്കിൽ ട്രെയിനിങ് ആയിട്ട് തുടങ്ങിയ ആ ഒരു സെഗ്മെൻറ്റ് സ്മെക് ലാബ്സ് ഇന്ന് ഇപ്പോൾ 2024 ആയപ്പോഴത്തേക്ക് ഏകദേശം 176ഓളം ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മളിപ്പം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമിംഗ് കോഡ് ഇല്ലാത്തവർക്ക് നമുക്ക് ഡേറ്റ അനലൈസ് ചെയ്യുന്നത്തെ കാലത്ത് പ്രോഗ്രാമിംഗ് സ്കില്ല് വേണ്ട. അവർക്ക് വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രിയിൽ ധാരാളം ഇൻബിൽറ്റ് ടൂളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാമിംഗ് സ്കില്ലല്ലാത്തവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റ അനാലിസിസിലേക്ക് വരാൻ പറ്റും. ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻസ് മനസ്സിലായി. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ഒക്കെ കിട്ടി. നമ്മൾ ജനറലായിട്ട് ഇപ്പോൾ ഇങ്ങനെ പഠിച്ചു പോകുന്നതല്ലേ നമ്മൾ MSc കോഴ്സിൽ ചെയ്യുന്നത്. അങ്ങനെ അല്ലാതെ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി കോഴ്സ് സാധാരണ എന്താണ് ഡാറ്റ സയൻസ് എന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ എന്ന് ഞങ്ങൾ പഠിച്ചു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ജോബ് ഓപ്പർച്യൂണിറ്റി വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് ഒക്കെ എന്താണെന്നും അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റി. തിയറി ബേസ്ഡ് ആയിട്ട് പഠിച്ചു പോകുമ്പോൾ നമുക്ക് ഈ പ്രാക്ടിക്കലിൽ അങ്ങനെ ഏത് അപ്ലൈ ചെയ്യണം നമുക്കറിയില്ല. ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കും, പക്ഷെ അതെങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ഇപ്പോൾ ഒരു essay നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ മെയിൻ കണ്ടന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ട് പോകുന്നില്ല. ഈ സെഷൻ വളരെ നന്നായിരുന്നു. നമുക്ക് ഡാറ്റ സയൻസിനെ കുറിച്ച് നല്ലോണം അറിയാൻ പറ്റി. അതിൻ്റെ ഓരോ പ്രോഗ്രാംസും അൽഗോറിതംസും അതെല്ലാം പഠിക്കാൻ പറ്റി. ഇൻറ്റേൺഷിപ്പോ അല്ലെങ്കിൽ ജോബെല്ലാം ആദ്യം കയറുമ്പോൾ മാത്രമേ നമുക്ക് ഈ പ്രാക്ടിക്കൽ കാര്യങ്ങളിൽ തിരിവെന്ന് മനസ്സിലായി. അപ്പം അതിന് വളരെ കുറച്ചും കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്കും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലായി. ഇങ്ങനെ ഒരു സെഷൻ നടത്തിയതിനും ഞങ്ങളുടെ ഇതിനെ കോർഡിനേറ്റ് ചെയ്തതിനൊക്കെ ഒത്തിരി താങ്ക്സ്. ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ടീച്ചറാണ്. ഈ തിയറി പഠിച്ചിട്ട് MSc പാസ്സായി കഴിഞ്ഞപ്പോൾ എന്താ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ എന്താ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ അന്ന് യാതൊരു അറിവില്ലായിരുന്നു പറയും. തിയറി ഒന്നും കണ്ട് പേടിക്കണ്ടെന്നൊക്കെ ഞാനിന്ന് പറയും. അപ്പോൾ ഇന്ന് ഈ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് അതിൻ്റെ ബേസിക് ഐഡിയാസൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. എന്താണ് AI, എന്താണ് മെഷീൻ ലേണിംഗ് എന്നൊക്കെ കുറച്ച് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു സെഷൻ ഒത്തിരി പ്രയോജനപ്പെട്ട കുട്ടികൾക്കെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബൈജു എൻ്റെ സ്റ്റുഡൻ്റാണ്. അതുകൂടി എനിക്ക് സന്തോഷം കൂടുതലുണ്ട്. അതുപോലെ ഇവിടുത്തെ നമുക്കെല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കി തരാൻ തയ്യാറാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ വരികയുണ്ടായി. അതുകൂടാതെ നമ്മുടെ കഴിഞ്ഞ ബാച്ചിലെ വിദ്യാർത്ഥികൾ ഭൂരിഭാഗവും അതുകൊണ്ട് 16 പേരിൽ 14 പേരും ഇവിടെ തന്നെയായിരുന്നു അവരുടെ പ്രോജക്റ്റ് വർക്ക് 4-5 മാസത്തേക്ക് ഇവിടെ. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികൾ പറയുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു തിയറം പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് തിയറം ഉപയോഗിക്കാനാണ് പഠിക്കേണ്ടതെന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ള ആ കൺസെപ്റ്റ് വന്നതോടുകൂടി കുറേയധികം മാറ്റം വന്നിട്ടുണ്ട്. കാരണം കുറച്ചുകൂടി പ്രോബ്ലം സോൾവിങ്ങും ഇങ്ങനെ ഇവിടുത്തെ കേസ് സ്റ്റഡീസ് ഇങ്ങനെയൊക്കെയുള്ള സ്റ്റഡീസ് ആ കാര്യത്തിൽ SMEC ആയിട്ട് ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. SMEC മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇന്നൊവേഷൻ ഫൗണ്ടേഷനോട് ബന്ധപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് SMSCയുടെ ഒരു സെൻറ്റർ അവിടെ തുടങ്ങുന്നതിന് പോലും
സാധ്യത ഉണ്ട്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അതിനുള്ളതായ തരത്തിലുള്ളതായ ഒരു സാധാരണ യൂണിവേഴ്സിറ്റികളിൽ നിന്നും വളരെയധികം ഒരു കുതിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നൊവേഷൻ ഫൗണ്ടേഷനും ബിസിനസ് ഇൻക്യുബേഷൻ സെല്ല് ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ ഇവിടെ വളരെ നന്നായിട്ടാണ്. അപ്പം അതുകൊണ്ട് ഇതൊരു തുടക്കം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ തുടക്കം ഇട്ടതാണ്. അത് കൂടുതൽ ശക്തമായ രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഫസ്റ്റ് സെഷൻ്റെ വൈൻഡിങ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്കൊരു ലാബ് വിസിറ്റ് ഉണ്ടാവും. എംബഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നൊക്കെ അറിയാമോ? കേട്ടിട്ടുണ്ടോ? അപ്പോൾ എല്ലാ ഇലക്ട്രോണിക്സിൻ്റെ ബേസും സ്റ്റാർട്ട് ചെയ്യുന്നത് എംബഡഡ് സിസ്റ്റം എന്ന് പറയാം. ഇതിപ്പം സിംഗിൾ സ്വിച്ചിൽ നമുക്ക് എല്ലാ ലൈറ്റ്സും ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ലൈറ്റ് കൺട്രോളിങ്ങും ഉണ്ട്. അതും അല്ലെങ്കിൽ വോയിസ് അസിസ്റ്റൻറ്റ് വഴിയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ ഗൂഗിൾ, ടേൺ ഓൺ ഓൾ ലൈറ്റ്സ്. Join SMIC Labs. We empower your career for future.